കതിരവൻ അത് എല്ലാ കൊല്ലം സൂപ്പർ തന്നെ ഉണ്ടാവുക. സീന് കാണേ ആദ്യമായിട്ടാണ്. പൊടി പറത്തും. എന്റെ പേര് അമർനാഥ്. ശ്രീനന്ദൻ. നമസ്കാരം, മുഹസിനാണ്. നാളെ പ്രദേശത്തെ ഉത്സവമായിട്ടുള്ള പറമ്പത്തുകാവ് വേലാഘോഷമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. നിലവിലുള്ള ഏറ്റവും വലിയ കാളയായിട്ടുള്ള കതിരവൻ കാളയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ കാള തയ്യാറാക്കിയിട്ടുള്ളത് വളാഞ്ചേരിയിലെ പൈങ്ങണ്ണൂർ പ്രദേശത്തുള്ള വളവിൽ കാള കമ്മിറ്റിയാണ്. ഈ കതിരവനുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇതാണ് കതിരവൻ്റെ മുതലാളി തന്നെ പറയല്ലേ? മുതലാളി എന്നല്ല, എൻ്റെ വർക്ക് ചെയ്യുന്ന നമ്മൾ കുറേ ആൾക്കാരുണ്ട്, അനിയന്മാരും ഒരാൾ അത്രേ ഉള്ളൂ. ഇവിടെ കതിരവൻ്റെ മുതലാളി എൻ്റെ പേരെന്താണ്? ഉണ്ണികൃഷ്ണൻ. അതെ. എങ്ങനെയുണ്ട് കതിരവൻ ഇങ്ങനെ ട്രെൻഡാവാൻ കാരണം എന്താണ്? ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് ആക്കലാണ് നമ്മളെ കഴിവ്. ഒന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആളുകൾ കണ്ട് അതിൻ്റെ വൃത്തിയും പിന്നെ വലുപ്പത്തിന് വലുപ്പവും എല്ലാം കൂടെ അങ്ങോട്ട് നിലവിൽ കാളകളിൽ വരുന്നതിൽ ഏറ്റവും വലിയ കാള കതിരവനാണെന്ന് ആ റെക്കോർഡ് വരെ ആരും മറികടന്നിട്ടില്ല. അല്ല, ഇപ്പോൾ കാളകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എത്ര വലുപ്പം എന്നുള്ളത് നമ്മൾ നേരിൽ കാണാനുള്ള ഒരു ഇത് എത്തിയിട്ടില്ല. ഒപ്പം വരുമ്പോഴാണ് നമുക്ക് കാളകളൊപ്പം വരുമ്പോഴാണ്, പുതിയ കാളകൾ ഇറങ്ങുമ്പോൾ ഒപ്പത്തിനൊപ്പം നിർത്തുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ വലുപ്പം അതൊക്കെ അറിയാൻ കഴിയുള്ളൂ. നിങ്ങളുടെ സ്വദേശം ചെറുപ്പശ്ശേരി. പേര് അതാണ് ആദ്യം ചോദിക്കേണ്ടത്. പക്ഷേ ഞാനും ഈ ഒരു സാധനത്തിൽ എക്സൈറ്റഡ് ആയതുകൊണ്ട് കാളുടെ വിശേഷം ആദ്യം ചോദിച്ചേക്കാം. കുഴപ്പമില്ല, പേര് ഉണ്ണികൃഷ്ണനാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുള്ളത് കാര്യങ്ങൾ ഉദ്ദേശിച്ചത് ഇതിൻ്റെ റെന്റ് കാര്യങ്ങൾ ഇതൊക്കെ? റെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ₹1,00,000 രൂപയുടെ മുകളിലാണ് റെന്റ് വാങ്ങുന്നത്. അത് പിന്നെ ടൈറ്റ് അനുസരിച്ചിട്ട് 1.5-ക്കും ഓക്കെ ടൈറ്റിനനുസരിച്ചിട്ട് ആളുകളെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ചില ദിവസങ്ങളിൽ 2 പൂരം 3 പൂരമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആളുകളെ എണ്ണം കൂടുമ്പോൾ ആവശ്യക്കാർ കൂടുമ്പോൾ മിനിമം ഒന്നല്ല 1.20 ആണ് നമ്മൾ മിനിമം. ഏറ്റവും കുറവുള്ള വാടക 1.20. ഇപ്പം നിലവിൽ ഇതിന്റെ സൈസ് എത്ര വരുന്നത്? 32 അടി മുകളിലാണ് ഇപ്പോൾ സ്ഥലമുണ്ട്. കറക്റ്റായിട്ട് ഒരു കാര്യം നമ്മൾ കറക്റ്റായിട്ട് പറയാൻ പാടില്ല എന്നാണ്. ഈ കതിരവൻ ഞാനും ഇതുവരെ കേട്ടിട്ടുണ്ടെന്നല്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഉള്ളത് പറയാമല്ലോ. അപ്പോൾ അത് ഇപ്പം നമ്മൾ തൊട്ടപ്പുറത്തൊരു കാളിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത് എന്താണ് കതിരവൻ്റെ അവിടെ അതിൻ്റെ വീഡിയോ എടുത്തില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ആ വീഡിയോ എടുക്കൽ നിർത്തിയ നേരം പിന്നെ ഇതിൻ്റെ അണിയറ ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. ഇതാണ് കതിരവൻ്റെ അണിയറയിലുള്ള പ്രവർത്തകർ. ഇവരുടെ പേരും അവരുടെ വിശേഷങ്ങളും നമുക്ക് ഒന്ന് ചോദിച്ചറിയാം. പേര്? രാകേഷ്. എവിടെയാണ്? ഞാൻ ഇവിടെ ഷൊർണൂർ. ഇവിടെ ഇതിന് കതിരവൻ്റെ ഭാഗമായിട്ട് എത്ര? ഞാനൊരു 10-15 വർഷമായിട്ടുണ്ടോ. ഇതൊരു ബാബു, കതിരപ്പം 10 വർഷമായി. കാറൽമണ്ണയാണ് വീട്. വീരമംഗലം. ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. കതിരവനെ അതത് സ്പോട്ടിലേക്ക് എത്തിക്കുന്ന ആളൊരു പ്രത്യേകത എന്താ വെച്ചാൽ, കാളനെ കതിരവനെ അതത് സ്പോട്ടിലേക്ക് എത്തിക്കുന്ന കതിരവനെ സാരഥിയുടെ ഡ്രൈവറാണ്. കതിരവന്റെ സാരഥി തന്നെ പറയാം. അതാണ് നമ്മളെ മൊയ്ത് കാളെ. ധനേഷ്, പ്രതീഷ്, വിഷ്ണു, സജിത്ത്, വിജേഷ്, സായന്ത്, റോഷൻ, വിപിൻ. ഇതാണ് കതിരവൻ്റെ അണിയറ പ്രവർത്തകർ ഇവരാണ്. കതിരവൻ്റെ കാര്യങ്ങളും ഇതൊക്കെ നേരത്തെ ഉണ്ണിയേട്ടൻ നമ്മളോട് പറഞ്ഞു. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയിലുള്ളത്.